SMF ഉലമ ഉമറ ബന്ധത്തിന്റെ കേരളീയ മാതൃക. മുസ്ലിം ഉമ്മത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ കാലത്തിന്റെ അനിവാര്യ ഇടം. നിഷ്കാമകർമ്മികളായ മഹാമനുഷ്യകൾ മനസ്സുകൊണ്ട് പടുത്തുയർത്തിയ മഹല്ല് സംവിധാനങ്ങളുടെ മഹിതമായ പ്രസ്ഥാനം. 1976 ഏപ്രിൽ 26 വിചക്ഷണരും പ്രതിഭാധനരുമായ വന്യരായ MM ബഷീർ മുസ്ലിയാർ, CH ഹൈദ്രോസ് മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി എന്നിവരാണ് മഹല്ലുകളുടെ കൂട്ടായ്മയായ SMF അഥവാ സുന്നി മഹല്ല് ഫെഡറേഷന് ബീജാവാപം നൽകുന്നത്. മഹല്ലുകളുടെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു കൊണ്ടുപോവുക, പള്ളി ദർസുകൾ കാര്യക്ഷമമാക്കുക, മഹല്ലുകളെ ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സരണിയിൽ കൈപിടിക്കുക എന്നതായിരുന്നു സ്ഥാപിത ലക്ഷ്യം. മർഹൂം ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ആശീർവാദത്തോടെ സമാരംഭം കുറിച്ച സംഘടനയെ TKM ബാവ മുസ്ലിയാർ പ്രസിഡന്റും CH ഹൈദ്രോസ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും യു ബാപ്പുട്ടി ഹാജി ട്രഷററുമായ പ്രഥമ കമ്മിറ്റി ജീവസുറ്റതാക്കി. തൊട്ടടുത്ത വർഷം തന്നെ മലപ്പുറത്ത് നടന്ന സംസ്ഥ ജില്ലാ സമ്മേളനത്തിൽ മഹല്ലുകളെ ക്രോഡീകരിക്കാൻ SMF മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. ഷെയ്ഖുന കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ പ്രസിഡന്റും ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി ജനറൽ സെക്രട്ടറിയും ബാപ്പുട്ടി ഹാജി ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ വികേന്ദ്രീകരിച്ച് ജില്ലയിലെ വിവിധ മഹല്ലുകളെ സമസ്തയുടെ സജീവമായ വിളനിലമാക്കി മുസ്ലിം ഉമ്മത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും വിധം മഹല്ലുകളെ ക്രോഡീകരിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്ത് മാതൃകാ ദർസുകൾ സ്ഥാപിക്കുകയും മഹല്ല് ഭരണം കാര്യക്ഷമമാക്കുകയും ചെയ്തു. പരമ്പരാഗത ദർസ് വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തി മതഭൗതിക വിദ്യാഭ്യാസത്തിലൂന്നിയ മാതൃകാ ദർസുകൾ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് പിന്നീട് കേരളത്തിന്റെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാപനത്തിൽ കലാശിച്ചത്. പ്രബോധന രംഗത്ത് പുത്തനുണർവായി ദാറുൽ ഹുദ അതിന്റെ ജൈത്രയാത്ര 4 പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ പ്രസിഡന്റും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിയും ബാപ്പുട്ടി ഹാജി ട്രഷററുമായ ആദ്യ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നത് 1987 കുറ്റിപ്പുറത്ത് നടന്ന സംസ്ഥ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും മഹല്ല് സംവിധാനങ്ങളെ വിപുലപ്പെടുത്താനും കൈപിടിച്ച് ഉത്തുംഗതയിലേക്കെത്തിക്കുവാനും കമ്മിറ്റി അഹോരാത്രം പരിശ്രമിച്ചു. പ്രവർത്തന തലങ്ങൾ. കേരള മുസ്ലിമിന്റെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന അവിഭാജ്യ ഘടകമാണ് മഹല്ല് സംവിധാനം. വിചക്ഷണരായ നേതൃത്വം ആവിഷ്കരിച്ചു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സുപ്രധാന പദ്ധതികളായ ഡിപ്ലോമ കോഴ്സ്, പ്രീ മാരിറ്റൽ കോഴ്സ്, മദ്രസ സമിതി, ദർസ് സമിതി, ഫൈനാൻസ് സമിതി, മരാമത്ത് സമിതി എന്നീ ഉപസമിതികളിലൂടെ മഹല്ല് കമ്മിറ്റികളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്താനും വിദ്യാഭ്യാസ വിങ്, ദഅ്വ വിങ്, IT വിങ് എന്നീ യൂത്ത് വിങ്ങുകളിലൂടെ യുവതയുടെ കൂടെ നിൽക്കാനും SMFനായി. മഹല്ല് സ്ക്വാഡ്. മഹല്ലിലെ കർമ്മോത്സുകരായ യുവാക്കളെ മുൻനിർത്തി സ്ക്വാഡുകൾ രൂപീകരിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ സേവന പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവകൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു പോരുന്നു. കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ സ്ക്വാഡുകളെ മഹല്ല് നേതൃത്വം വിലയിരുത്തി മുന്നോട്ടു പോകുന്നു. കാര്യമായിട്ട് പറയാനുള്ളത് ഈ സ്ക്വാഡ് എല്ലാ മഹല്ലിലും ഞങ്ങൾ ഈ ചമ്മാട് നടത്തലുമായി നടത്തുകയാണെങ്കിൽ വളരെ സൗകര്യപ്രദമാവും. കാരണം ഈ സ്ക്വാഡ് പ്രവർത്തനം പറഞ്ഞാൽ വേറെ അവർക്ക് നമ്മൾ കൂലി കൊടുത്തിട്ടല്ല അവർ ചെയ്യണത്. ഇപ്പം 40 സ്ക്വാഡാണ്. എത്ര വീടാണ് 1548 വീടുകളിലേക്ക് മാസം ഈ സ്ക്വാഡ് പ്രവർത്തകർ ചെല്ലുകയാണ്. അത് മൊത്തം വീടിനെ നമ്മൾ 40 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവർ എല്ലാ മാസവും കൃത്യമായിട്ട് പോകും. പിന്നെ 3 മാസം കൂടുമ്പോൾ എല്ലാ സ്ക്വാഡും കൂടും മഹല്ലമ്മത്തിൻ്റെ കീഴിൽ. ആരൊക്കെയാണ് പോകാതെ കണക്ക് കൊടുക്കും കൃത്യമായിട്ട്. ഈ പോണ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഒരു കൂലിയും കൊടുക്കണില്ല. അത് നിങ്ങൾ ഒരു മാസത്തിൽ 2 മണിക്കൂർ നിങ്ങൾക്ക് അള്ളാൻ്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുമോ എന്ന് ബാബുട്ടി ചോദിക്കും. ഇപ്പം തുടക്കം തന്നെ ഒരു വലിയ സദസ്സിൽ വെച്ചിട്ട്. അപ്പോൾ കുറേ ചെറുപ്പക്കാർ തയ്യാറാവും. ആ തുടർച്ച ഇങ്ങനെ വരികയാണ്. അന്ന് 15-20 സ്ക്വാഡായിരുന്നു, ഇപ്പോൾ 40 സ്ക്വാഡായി. അപ്പോൾ സ്ക്വാഡിൻ്റെ പ്രവർത്തനം എന്താ വെച്ചാൽ വെറും കലക്ഷൻ മാത്രമല്ല,
പൈസ ഈ മഹലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പൈസ വേണ്ട, അതിന് സ്കോഡർ സ്വയം സന്നദ്ധരായി പോവാണ്. അതോടൊപ്പം നമ്മളെ ഉദഹിയത്ത് പിന്നെ എല്ലാ വീട്ടിലും മാംസം എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കൂലിക്കാരെ ഏൽപ്പിക്കല്ല, സ്കോഡ് പ്രവർത്തനം വരും. വന്നിട്ട് നിങ്ങൾക്ക് എത്ര പൊതി? എനിക്ക് 40 വീടാണ്, 40 പൊതി എടുത്തോ പറയും. ഓലപ്പത്തിന് ആ വീട്ടിലേക്ക് എത്തിച്ചു. അതുപോലെ ഒരു മജ്ലിസുന്നൂറോ ഒരു മഹലിൻ്റെ എന്തെങ്കിലും പരിപാടി എന്തുണ്ടെങ്കിൽ എത്ര സൗകര്യം അറിയോ, നമ്മൾ ആ വീട്ടുകാരെ എണ്ണ അനുസരിച്ച് സ്കോഡിൻ്റെ അതിനെ നോട്ടീസ് എണ്ണ കെട്ടാക്കലാണ്. 42 വീടാണോ, ആ 42 നോട്ടീസ് എടുത്തോ, ആ അപ്പത്തിന് ആ നോട്ടീസ് 42 വീട് കൊണ്ടേ കൊടുക്കുകയാണ്. മഹല്ല് സർവേ, മസ്ലഹത്ത് സമിതി, ഇതിലൂടെ മാതൃകാ മഹല്ലുകൾ രൂപപ്പെടുത്താൻ SMFന് കഴിയുന്നു. ജനങ്ങളെ മഹല്ലിനോട് കൂടുതൽ പ്രതിജ്ഞാബദ്ധരാക്കാനും അനാവശ്യ കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷത്തോളമായി കംപ്ലീറ്റ് പിന്നെ കണക്കുകളും നമ്മുടെ സോഫ്റ്റ്വെയറിലാണ്, എഴുത്തുകുത്തുകളില്ല. കംപ്ലീറ്റ് ഡയറക്റ്റ് റെസീറ്റ് കൊടുക്കും. പിന്നെ കമ്പനിയിലേക്ക് ആവശ്യമായ എല്ലാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടായി എടുത്ത് അതിൽ പിന്നെ പ്രസിഡന്റ് സൈൻ ഒപ്പുവെക്കുന്ന രീതിയാണ്. പിന്നെ അതേപോലെ എല്ലാ മാസവും പിന്നെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. വാർഷിക റിപ്പോർട്ട് അതേപോലെ 5-10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് റിപ്പോർട്ട് എടുക്കാൻ നമുക്ക് ഭയങ്കര സൗകര്യമാണ്. ഈ സോഫ്റ്റ്വെയറിലാണ് എല്ലാം. പിന്നെ SMFൻ്റെ മിക്കവാറും പദ്ധതികൾ നമ്മൾ മഹലിൽ നടപ്പാക്കുന്നുണ്ട്. ക്ലസ്റ്റർ വൈസ് ആയിട്ട് ഓരോ ക്ലസ്റ്ററിനും സെപ്പറേറ്റ് ആണ് കാര്യങ്ങൾ നടത്തിപ്പോരുന്നത്. മഹല്ല് ഹെൽപ്പ് ഡെസ്ക്, മഹല്ലിലെ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നും മറ്റു ഇതര ഏജൻസികളിൽ നിന്നും ലഭ്യമാവേണ്ട ന്യൂനപക്ഷ ക്ഷേമ വിഭാഗ, വഖഫ് ബോർഡ്, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, ദുരിതാശ്വാസ നിധി, മറ്റ് സ്കോളർഷിപ്പുകൾ അടക്കം ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെ നേടിയെടുക്കാൻ അവരെ സഹായിക്കുന്ന സ്തുത്യർഹമായൊരു പദ്ധതിയാണിത്. ഡിപ്ലോമ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് ഇൻ മോറൽ ആൻഡ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ അഥവാ സ്വദേശി ദർസ്. ആദ്യം തന്നെ നമ്മുടെ ഭാര്യമാരെയും ഓർത്തു പോവാണ്. കാരണം എല്ലാവരും ഇപ്പോൾ നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാർ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്നവരുണ്ട്. ആ സമയം ഒരു കുറച്ച് നേരം മഗ്‌രിബിന് ശേഷമുള്ള കുറച്ച് നേരം നമ്മളിവിടെ പറഞ്ഞയച്ചാൽ അവർക്ക് നാഥൻ സ്വർഗം നൽകട്ടെ. അതേപോലെ തന്നെ നമുക്ക് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം എൻ്റെ ഓർമ്മയുള്ളത് നമ്മളെ പഠിച്ചത് എനിക്ക് കിട്ടിയത്, നമ്മൾ നിസ്കാരത്തിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും, അത് സുന്നത്ത് നിസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടും. നമ്മൾ ഉസ്താദ് പറഞ്ഞിരുന്നു, അതൊന്നും മനസ്സിലുണ്ട്. വിദ്യാർത്ഥികൾക്കനുസൃതമായ കരിയർ ഗൈഡൻസ് ക്ലാസുകളും അവധിക്കാല ട്രെയിനിങ് റിഫ്രഷ്മെന്റ് ക്യാമ്പുകളും മറ്റു മത്സര പരീക്ഷകൾക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ കോച്ചിംഗ് സെന്ററുകളും മോട്ടിവേഷൻ ക്ലാസുകളും SMFന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്നു. മഹലിന്റെ അടിസ്ഥാന മൂല്യങ്ങളായ കുടുംബങ്ങളുടെ ക്ഷേമൈശ്വര്യത്തിനു വേണ്ടി SMF അനവധി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന 17 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്കും 21 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും ശരിയായ ഇസ്ലാമിക സരണിയിലൂന്നിയ ദാമ്പത്യ ജീവിതവും അതിൻ്റെ പരിശുദ്ധിയും ഇസ്ലാമിക കുടുംബജീവിതത്തിൻ്റെ അവബോധമുണ്ടാക്കിക്കൊടുക്കുന്ന പ്രീമാരിറ്റൽ കോഴ്സ് പദ്ധതി അതിനുദാഹരണമാണ്. വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങളും അനിയന്ത്രിതമായ ധൂർത്തും ആർഭാടവും നിയന്ത്രിക്കാൻ പ്രീമാരിറ്റൽ കോഴ്സ് പദ്ധതിയിലൂടെ SMFന് ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിച്ചു. നമ്മുടെ വ്യവസ്ഥ യഥാർത്ഥത്തിൽ ഈ കോഴ്സ് എന്തിനാണെന്ന് പഴയ ആൾക്കാർ ചോദിക്കും. പക്ഷെ അന്നും ഇന്നുമുള്ള വ്യത്യാസം, അന്ന് കൂട്ടുകുടുംബത്തിൽ കിട്ടിയ ഒരുപാട് അറിവുകളുണ്ടായിരുന്നു. ഇന്ന് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ വന്നു. ഇന്ന് ടെക്നോളജിയും പ്ലാറ്റ്ഫോമെല്ലാം ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നീ കാണുന്ന മൊബൈലിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ സെക്സിനെ കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമികമായ അധ്യാപനത്തിൽ പോയിട്ടല്ല. കേരളത്തിലെ പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഹ്യൂമൻ ബയോളജി സെക്സ് എഡ്യൂക്കേഷനിൽ PhD കഴിഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ് ഇവർക്ക് ഇന്നലെ ഹ്യൂമൻ ബയോളജി ആൻഡ് സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ക്ലാസ് കൊടുത്ത്. തീർച്ചയായിട്ടും അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ RPമാർ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അത് വളരെ ശരിയാണ്. കാരണം സെക്സ് എന്ന് പറയുമ്പോഴേക്കും
സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത വേറെയാണ്. മറിച്ച് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ പഴയ കാലത്തെ ഇന്നത്തെ കാലത്തേക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. കാരണം പണ്ട് കാലത്ത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ച് ആദരിച്ച് അവരെ ധിക്കരിക്കാതെ അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ ലോകത്തായിരുന്നു. ഇന്ന് അവിടുന്ന് ജനങ്ങൾ ചിറക് കുത്തി പറന്നുപോയി. അപ്പോൾ അവർക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടി. പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ ഈ ബന്ധങ്ങൾ അവർക്ക് പ്രശ്നമല്ലാതായി. ക്യാമ്പസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പോലും അവർ തന്നെ ഇണകളെ തിരഞ്ഞെടുക്കുന്നൊരവസ്ഥ, ഒരുപക്ഷെ മാതാപിതാക്കൾ അവരോട് വിയോജിക്കുന്നൊരവസ്ഥ, അങ്ങനെ കുടുംബത്തിലാകെ ഒരു വിവാഹം കൊണ്ട് വിള്ളലുണ്ടാകുന്ന അവസ്ഥ, കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഒരു വിവാഹം കൊണ്ട് വിള്ളലുണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ ആധുനിക കാലത്തുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പഠനങ്ങളും ഒക്കെ പ്രഗത്ഭരായ റിസോഴ്സ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് നേടിയെടുത്ത് ജനങ്ങളെ ഈ ഒരു ബോധവൽക്കരണം നടത്തുന്നത് വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശും, ഉറപ്പാണ്. വിവാഹപ്രായമെത്തിയ കുട്ടികൾക്ക് നടത്തേണ്ട പ്രീമേറ്റർ കോഴ്സ് പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ തെറ്റിദ്ധാരണകളും മറ്റുമൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആ ക്ലാസ് നിർബന്ധമായി കൊടുക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മഹല്ലിലുള്ള ഓരോ വീടുകളിലും ചെന്ന് സുന്നിമാല ഫെഡറേഷൻ നിർദ്ദേശിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളെ ഫീൽഡ് വർക്ക് നടത്തിക്കൊണ്ട് കണ്ടെത്തുകയും ആ പരിപാടി ഞങ്ങൾ നടത്തുകയും ഉണ്ടായി. ആ പരിപാടി നടത്തിയതിനു ശേഷം കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തപ്പോൾ ഞങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ചിന്തിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലൊക്കെ ഞങ്ങളുടെ മഹല്ലിലെ ഈ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഈ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. പാരന്റിംഗ് കോഴ്സ് സാംസ്കാരിക സമ്പന്നരും മൂല്യബോധവുമുള്ള തലമുറകളെ വാർത്തെടുക്കാൻ മാതൃകായോഗ്യരായ മാതാപിതാക്കളെ രൂപപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കിയ SMFന് ഈ ഒരു പദ്ധതിയിലൂടെ പുതിയ തലമുറയ്ക്ക് ദീനിന്റെ ദീപശിഖ കൈമാറാൻ സാധിക്കുന്നു. ആശ്വാസ് മഹല്ലിലെ സമഗ്രമായ സർവേയുടെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട നിർധനരായ കുടുംബങ്ങളിലെ രോഗികൾക്കും അശരണരുടെ വിവാഹങ്ങൾക്കും വിധവകൾക്കും മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ താങ്ങാവുന്ന പദ്ധതിയാണ് ആശ്വാസ്. സുന്ദൂഖ് മറ്റു മഹല്ലുകൾക്ക് വരെ മാതൃകയാകുന്ന തരത്തിലുള്ള സുന്ദൂക്കിൻ്റെ പുതിയൊരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല മഹല്ലുകളിലും സുന്ദൂക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പല മഹല്ലുകളിലും സുന്നിമാൽ ഫെഡറേഷൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ക്ലാസ്സിന് പോയിട്ടുണ്ട്. പക്ഷെ പലവരെയും ഒരു സംശയം കിടക്കുന്നത് എന്താണെന്നറിയോ, എവിടുന്ന് ഇത് ഫണ്ട് കളക്ഷൻ ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഫണ്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ നിസ്സാരപ്പെട്ട സിമ്പിളായ വിഷയത്തിലൂടെ ഒരു വ്യക്തിയുടെ ഷെയർ പിരിച്ച് 500 റുപ്യ മാസം ഷെയർ പിരിച്ചുകൊണ്ടാണ് ഇതിന് ഇപ്പോൾ വരുന്ന ഞങ്ങളെടുത്ത് കിടക്കുന്ന ഈ എമൗണ്ടുകളിലേക്ക് വന്നത്. ഈ 500 റുപ്യ മാസം പിരിച്ച് ആർക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. ഞങ്ങൾ ആദ്യം വെറും 330 ഷെയർ മെമ്പറുമായി തുടങ്ങി. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പലവർക്കും അതിന് ആശ്വാസങ്ങൾ വന്നു. അതേപോലെ ഞങ്ങൾ ഈ സമരം 5-ാം വർഷത്തേക്ക് ഇപ്പോൾ കടന്നു. 4 വർഷം പൂർത്തീകരിച്ച് 5-ാം വർഷം കടന്നപ്പോൾ 630 ഷെയർ മെമ്പർമാരും 726 ഷെയറുകളുമായിട്ട് ഞങ്ങളിപ്പോൾ നിലനിൽക്കുകയാണ്. ഒരു ഷെയർ മാത്രം ഞങ്ങൾക്ക് മാസം പിരിച്ചു കഴിഞ്ഞാൽ 3,63,000 റുപ്യ മാസം അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇൻകം വരും. ഇതാണ് ഞങ്ങളുടെ മൂലധനം. ഇതൊരു മാസമാണെങ്കിൽ എല്ലാവരും കണക്കൂട്ടുന്നത് വർഷം എത്രയാണ്. ഈ പൈസയാണ് ഞങ്ങളുടെ അടിസ്ഥാനം. അതിൽ നിന്നാണ് ഞങ്ങൾ ഫണ്ട് കൊടുക്കുന്നത്. ആരും വ്യക്തിപരമായിട്ട് ഒരു 50,000 50 ലക്ഷമോ തന്നിട്ടല്ല. ഈ സാധാരണക്കാരന് ഈ മഹല്ല് നിവാസികളുടെ 500 റുപ്യ. അതൊരു വീട്ടിൽ നിന്ന് 1-ൽ കൂടുതൽ വ്യക്തികൾ, ചിലപ്പോൾ 10 പേര് കൂടിയവരുണ്ട്, 4 പേര് കൂടിയവരുണ്ട്, ഒരാൾ കൂടിയവരുണ്ട്, 2 ഷെയർ എടുത്തവരുണ്ട്, 10 ഷെയർ എടുത്തവരുണ്ട്. അവരുടെ സാമ്പത്തികം അനുസരിച്ചൊക്കെ ചെയ്തു. മഹല്ലുകളുടെ ഏകീകൃത രൂപവും ഉലമ ഉമറ ബന്ധത്തിന്റെ നേർചിത്രവുമായി SMF അതിന്റെ പ്രവർത്തന ഗോതകൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒറയൂർ പഞ്ചായത്തിൽ 11 മഹല്ലുകളാണുള്ളത്. ഈ 11 മഹല്ലുകളിലും ഏകദേശം 6,802 വീടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, എല്ലാ മഹല്ലുകളുടെയും പ്രവർത്തനം SMFൻ്റെ മേൽഘടകം നമ്മോട് പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മഹല്ലുകളിലും നടപ്പിലാക്കുക എന്നതായിരുന്നു ആദ്യമായി നമ്മളിവിടെ നിർദ്ദേശിച്ചിരുന്നത്.
എല്ലാ മഹല്ലുടെയും പ്രവർത്തനം ഒരേപോലെ സംവിധാനിക്കുക എന്നുള്ളതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഇതിന് പ്രവർത്തിക്കാൻ നിരന്തരം പ്രവർത്തിച്ചാൽ മാത്രമേ മഹല്ലുകളിൽ ഒരു റിസൾട്ട് ഉണ്ടാവൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് എന്ത് എന്നൊരു പോംവഴിയിൽ നിന്നാണ് നമ്മൾ മഹല്ലുകളിൽ ഖത്തീബിനെ നിയമിക്കുന്നത് പോലെ തന്നെ പഞ്ചായത്തിലെ ഓരോ മഹല്ലുകളുടെയും പ്രവർത്തനം ഏറ്റവും മികവുറ്റതാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് ഒരു കോർഡിനേറ്ററെ നമ്മൾ നിയമിച്ചു എന്നുള്ളതാണ്. പക്ഷേ എല്ലാ മഹല്ലുകളിലും പലിശരഹിത ബാങ്ക് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ എല്ലാ മഹല്ലുകളും പലിശരഹിത ബാങ്ക് സന്ദൂക്ക് യാഥാർത്ഥ്യമാക്കിയ പഞ്ചായത്ത് ഒരുപക്ഷെ മൊറയൂർ പഞ്ചായത്തായിരിക്കും. അതുപോലെ തന്നെ പ്രീമാരിറ്റൽ കോഴ്സ് നടന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ദർശനം, അതും എല്ലാ മഹല്ലുകളിലും വളരെ സജീവമായിട്ട് ഏറ്റവും നല്ല രീതിയിലാണ്, ചെറിയ ഒരു സംവിധാനത്തോടെ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. അതോടൊപ്പം ആരോഗ്യപരമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും തീർച്ചയായിട്ടും അത് ജനങ്ങളിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും അടിപതറാതെ അതിന്റെ ചരിത്രയാത്ര